ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡുലാർ വുഡ് അല്ലെങ്കിൽ എൻജിനീയർ വുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. മോഡുലാർ വുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ ടേബിൾ അല്ലെങ്കിൽ കിച്ചൺ കബോർഡ്, വാർഡ്രോബ്സ്, ഇതൊക്കെ മോഡുലാർ ഫർണിച്ചർ നൽകി. അപ്പോൾ അങ്ങനെ മോഡുലാർ ഫർണിച്ചർ ഉണ്ടാക്കുന്ന മോഡുലാർ വുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായും പ്ലൈവുഡ് അല്ലെങ്കിൽ MDF ആണ് ഇതിൻ്റെ മെയിനായിട്ട് എന്ന് പറയുന്നത്. അതിന് മുകളിൽ നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞൊരു മെഷീൻ വെച്ചിട്ട് ലാമിനേറ്റ് പ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ പ്ലൈവുഡ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും മോയ്സ്ചർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ ഉള്ള വിവിധ തരത്തിലുള്ള പ്ലൈവുഡ് അല്ലെങ്കിൽ MDF ഉണ്ട്. അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ലാമിനേറ്റ് അതിൽ പേസ്റ്റ് ചെയ്യും. ആ പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞ മെഷീൻ എന്ന് വെച്ചാൽ അതിൽ നമ്മുടെ അയൺ ബോക്സ് ഒക്കെ പോലെ അതിൻ്റെ 2 സൈഡിലും ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് ചൂടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചൂട് പ്ലേറ്റിനടിയിലേക്ക് ഈ ലാമിനേറ്റ് പേസ്റ്റ് ആയിട്ടുള്ള പ്ലൈവുഡ് അതിലേക്ക് വെച്ചിട്ട് നല്ല ഹൈ പ്രഷറിൽ അത് പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യിക്കുമ്പോൾ അത് നല്ലവണ്ണം ആ ഫെവിക്കോളിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി നല്ലവണ്ണം പ്രസ്സാകും. അതിനകത്ത് ചുളിവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മടക്കുകളോ ഒന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് പ്രസ്സായി കിട്ടും. അങ്ങനെ കിട്ടുന്നതിൻ്റെ ആണ് നമ്മൾ ഇപ്പോൾ ആ ഫർണിച്ചറിൻ്റെ ഷേപ്പിൽ CNC മെഷീൻ, വുഡ് കട്ടിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ എഡ്ജ് ബാൻഡ് എന്ന് പറയും. അത് സൈഡിൽ നമ്മുടെ ലാമിനേറ്റിൻ്റെ അതേ കളറുള്ള എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് സൈഡിൽ ഒട്ടിച്ചിടും. അതിനുശേഷം അതിൽ CNC ബോറിംഗ് മെഷീൻ വെച്ചിട്ട് ചെറിയ ഹോൾസൊക്കെ ഇട്ട് അത് മിനി ഫിക്സ് വെച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്രൂവും മിനി ഫിക്സും ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കിച്ചൺ ക്യാബിനറ്റ് അല്ലെങ്കിൽ വാർഡ്രോബ്സിൻ്റെ ആ ഷേപ്പിൽ ആയി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറെ ബൈ.